സുഹൃത്തുക്കളെ, ഞാൻ അഭിലാഷിനോട് പറയായിരുന്നു, ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും, കാര്യം 1 മണി കഴിഞ്ഞാൽ റേറ്റ് കൂടും, കൊടുത്തോളാം. അല്ല, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്ന് സംസാരിക്കാതെ പോകണം, ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചങ്ങനെ പോകും. എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ, ചില ഓർമ്മകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം. മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഉർവശിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടം, ഞാനൊരു 35 കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി, മകൾക്ക് അറിഞ്ഞൂടായിരിക്കും, അതൊക്കെ പങ്കുവെക്കുകയാണ്. 1921 എന്ന് പറഞ്ഞൊരു സിനിമ ഷൊർണൂർ നിലമ്പൂരിൽ ഷൂട്ട് ചെയ്യുകയാണ്. മഞ്ചേരി നിലമ്പൂർ കാട്ടിനകത്താണ്. കാരവാൻ ഇല്ലാത്ത കാലം, എല്ലാവരും കൂടിയിരുന്ന് ഒരു കുടുംബത്തിലെ പോലെ, അംഗങ്ങളെ പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കുവാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ്. സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും, എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം ഒരു നടൻ. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി. ആ സംഭവമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. രാത്രിയിൽ യാത്രയായിരുന്നു. അപ്പൊ എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട്. ഞാനൊരു കസേര ഇട്ടിട്ട് കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ്. അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാര്യം എല്ലാ ഭാഷകളിലും, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, പിന്നെ 1-2 ഭാഷകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹീറോയിന് വേണ്ടി. തുളു ഭാഷയിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശിൽ വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നും ഇതൊക്കെ തന്നെയാണ്. പല പല ഭാഷകളിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉർവശിയുടെ ഒരു സൗഹൃദം നാച്ചുറലി കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും 1921 എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട, കാളവണ്ടിപ്പട, പിന്നെ മേക്കപ്പിന്റെ വണ്ടി, കോസ്റ്റ്യൂമിന്റെ വണ്ടി, പോലീസിന്റെ വണ്ടി, അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്ന് മറിഞ്ഞ്, പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി, പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി. അപ്പൊ അങ്ങനെ ഒരു വലിയ പടമാണ്. എല്ലാവരോട് ഇരിക്കുന്നു. ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം 35 കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഉർവശി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, അത് പറ്റത്തില്ല, മാറിയിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ വന്നിരിക്കണം. നമ്മുടെ ഈ തലവേദനയുണ്ട് ഉർവശി, പ്ലീസ് എന്നെ ഇന്ന് വിട്ടാൽ. അത് പറ്റത്തില്ല, മുകേഷ് ചേട്ടനൊക്കെ വന്ന് സംസാരിക്കും, അത് കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പല പല ഭാഷകളിലൊക്കെ അവരൊന്നും ആരും ഉണ്ടാത്തില്ല. ഇവിടെ ആണ് എല്ലാവരും സംസാരിക്കുന്നത്. പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തി. അപ്പോ ഉർവശി പറഞ്ഞു സംസാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാം, അത് പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാ നമുക്കൊരു ചെറിയ ഒരു ഗെയിം. ഗെയിം കൊള്ളാം ഉർവശി എന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? എന്താ എക്സ്പ്രഷൻസ് അവിടെ മുഴുവൻ. ഞാനോ മറ്റോ ആകും, ഞാനായിരിക്കൂ, ഞാൻ തന്നെ. IVCC ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി, മമ്മൂട്ടി, രതീഷ്, പിന്നെ ക്യാമറമാനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന ആള് ഉർവശിക്ക് അതിന്റെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത്. ചോദ്യമൊന്നും പറ്റത്തില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ്.
ചെറിയ ഒരുപാട് പേരെ ഇഷ്ടമുണ്ട്. ഞാൻ പറയാം അങ്ങനെ പറ്റില്ല. അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും. അപ്പോ ഈ നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പലരുടെ അടുത്ത് നിന്ന് അയ്യോ, ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. ഓ പിന്നെ നീ എന്റെ പേരെന്തായാലും പറയത്തില്ല. അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു റെമഡി പറഞ്ഞു, എഴുതി തന്നാ മതി. പറയണ്ട, പറയാൻ നാണമാണെങ്കിൽ പറയണ്ട, എഴുതി തന്നാ മതി. അപ്പൊ ഉർവശിയുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ, വല്ല കാര്യമുണ്ടോ എനിക്ക് ഇയാളെ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തി അവിടെ ഇരുന്നതിനായിരുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉർവശി എഴുതി തന്നു. ഞാൻ നോക്കിയിട്ട് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ വിശേഷം പറഞ്ഞിട്ട് നീ ആരാന്ന് വെച്ചാ പറ, കുറെ നേരം ആയില്ലത് മനുഷ്യന് പറ ജോലിയുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് നമ്മുടേതാണ് മനസ്സ്, ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ നമുക്ക് അറിഞ്ഞൂടാ. ഈ എലിസബത്ത് രാജ്ഞിയെ ചിലപ്പം രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറായിരിക്കും പറയാനൊക്കെ. അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനോ മറ്റോ അത് ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ്. അപ്പൊ എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ വീട്ടി നായ, അത് ഉർവശിയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഞാൻ പറഞ്ഞു വളരെ ഉർവശി പറയണം ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു. ഉർവശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം. കാര്യം ഈ കൂട്ടത്തിന് ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള. അപ്പം മമ്മൂട്ടി പറഞ്ഞു, നീ പറ, എന്തായാലും ഇത്രയൊക്കെ ആയി പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞതാണ്. ജോസ് ഒരു ചായപാത്രം വീഴുന്ന സ്ഥലം. ജോസിന്റെ ഒരു ലുക്കുണ്ട്, ഇത്രയും കാലം എന്നിൽ നിന്നും മറച്ചു വെച്ച ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു. ചായയിലൊക്കെ ഞാൻ എന്ത് മധുരമിട്ട് തന്നെ. അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീനിങ്ങിന്റെ സൗണ്ടാണ്. ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറ്റത്തില്ല, സത്യം പറയണം. അപ്പൊ ഞാൻ ഒരു ഡ്രൈവറുണ്ട് കുട്ടപ്പൻ എന്ന് പറഞ്ഞു, അവൻ വേറെന്തോ പണി ചെയ്യുന്നുണ്ടിരിക്കും കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രൈവർ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് തിരികെ ഒരു ഹോണിന്റെ സൗണ്ട് കേട്ടു. ഇവൻ ഫ്രണ്ടിലോട്ട് വീണതാണോ അതോ കൈ തട്ടിയതാണോ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്നും. കാര്യം ഉർവശിക്ക് അറിയാം ഇവരൊക്കെ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവ എല്ലാവരും പറഞ്ഞു എന്താണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ഇത് പറയാൻ ഉർവശിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു. നീ പറഞ്ഞു ഞാനും പറ്റുമോ? അല്ല ശരി. എന്റെ ടൈലന്റ് എന്ന് പറഞ്ഞ ഉർവശി പറഞ്ഞു അവിടെ പോയിരുന്നു, തലവേദനയല്ലേ അവിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞല്ല വേറൊരു ഗെയിമുണ്ട്. നീ ഒരു ഗെയിമും ഇല്ല, അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു. എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർ എന്ന് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു. മകളെ ആരാന്നറിയാമോ? ഈ 3 തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്, എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. അഭിലാഷ് ആണ് ഇതിന്റെ പിന്നിൽ, അതിന്റെ ചരട് വലിക്കുന്ന ആള്. അഭിലാഷ് ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള അഭിലാഷുമായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. വിഷ്ണുവിന്റെ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു. എന്റെ മകൻ ഡോക്ടർ ശ്രാവൺ, അദ്ദേഹത്തിന് കുറെ നാളായിട്ട് ഗൾഫിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാഗ്നറ്റാണ്. ആ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവസാനം കലയിൽ വരാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്ന ചെറിയ റോളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും പുറം രാജ്യങ്ങളിലൊക്കെ വലിയ നിലയിൽ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ പോകുമ്പോൾ ചാൻസ് കിട്ടുമ്പോൾ മാറ്റി നിർത്തിയിട്ട് അവർ പറയും ഞാനങ്ങ് വരുക.
ഞാൻ സിനിമയിലോട്ട് വരിക തിരിച്ച്. നമുക്ക് പറയണമെന്നുണ്ട്, ഇപ്പൊ വരരുത്, ഇവിടെ കൊള്ളാം, ഇത് ചിലപ്പോ ഇനി ഈ പ്രായത്തിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഓ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവന് പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചാളൂടെ ഒന്ന് പിടിച്ച് നല്ല കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി, ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഡോക്ടർ ശ്രാവൺ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പോ ആരോഗ്യം പറയുന്നതൊക്കെ വളരെ വിഷമമല്ലേ. എൻ്റെ മകനൊരു റോള് എന്ന് പറയാനൊരു വിഷമം. കാര്യം ആ സ്കൂളല്ല നമ്മളുടെ. എങ്കിൽ പോലും ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഫലവത്താക്കിയത് അഭിലാഷും വിഷ്ണുവുമാണ്. അപ്പം സുമതി വളവ് എന്ന സിനിമയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു റോളും കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ഊർജ്ജസ്വലനായ, ഇതേ കണക്കൊക്കെ ഞാൻ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട് എൻ്റെ ഈ 45 കൊല്ലത്തിനകത്തുള്ള സിനിമാ ജീവിതത്തിൽ. ഊർജ്ജസ്വലത, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഒരു ഇച്ഛാശക്തി ആ പ്രവൃത്തിയിലും മുഖത്തും ഒക്കെ ഉണ്ട്. അപ്പം അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ഒരു ടെക്സസ്, അതെ, ആ കമ്പനിയുടെ പേര് ടെക്സസ്, വരുന്നതേ ഉള്ളൂ. അപ്പോ ഒന്ന് ആരതി നേരത്തെ ഡയറക്ട് ചെയ്ത പടം ഇപ്പോൾ പേര് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അതിനകത്താണ് ഉർവശിയുള്ളത്. പണ്ട് 1921 സമയത്തുള്ള ഉർവശിയുള്ളത്. അപ്പൊ അതും എല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര്. അവസാനത്തെ 4 ദിവസം നമ്മുടെ എതിരാളിയാണ് കേട്ടോ. പക്ഷെ അവിടെയാണ് സിനിമയുടെയും കലയുടെയും ശക്തി. രാഷ്ട്രീയത്തിൽ പലരും അത്ഭുതപ്പെട്ടു. കാര്യം BJP ആയാലും കോൺഗ്രസ് ആയാലും കല എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര യൂണിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള യൂണിറ്റി രാഷ്ട്രീയത്തിൽ കുറവാണ്, കലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വന്നപ്പം തന്നെ എൻ്റെ അടുത്ത് മേജർ പറഞ്ഞത്, പൊളിറ്റിക്കലി നമ്മൾ എതിരാണ് കേട്ടോ, സിനിമയിൽ അതില്ല, കലയിൽ അതില്ല. അപ്പൊ അവിടെയൊക്കെ പോവുകയാണ്. എല്ലാ ആശംസകളും നന്മകളും. പൈസ പോയി കേട്ടോ. ഈ എല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇത്രയും രസകരമായ ഒരു